ജയരാജ് ബത്തേരി കൂടിയുണ്ട് വയനാട്ടിൽ നിന്ന്. ജയരാജ്, 16ഓളം ആളുകൾക്ക് ഷിഗല്ല അവിടെ സ്ഥിരീകരിക്കപ്പെട്ട ഒരു ജില്ലയാണ്. കൂടുതൽ എന്തെങ്കിലും പരിശോധനകളോ മറ്റെന്തെങ്കിലും വിവരങ്ങളോ ഉണ്ടോ? അപ്പോൾ ഇപ്പോൾ ഏതൊക്കെ തരത്തിലാണ് ഈ വിഷയത്തെ ആരോഗ്യ വിഭാഗം കൈകാര്യം ചെയ്യുന്നത്? രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. വയനാട് ജില്ലയിൽ കഴിഞ്ഞ ദിവസം 7 കുട്ടികളുടെ പരിശോധന ഫലം പുറത്തു വന്നതോടുകൂടി 16 കുട്ടികൾക്ക് ഇതുവരെ ഷിഗല്ല സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിൽ ഷിഗല്ല സ്ഥിരീകരിച്ച ആകെ കുട്ടികളുടെ എണ്ണം 16ആയി. തുടക്കത്തിൽ ലക്ഷണങ്ങൾ പുറപ്പെടുവിച്ച ഏതാണ്ട് 21 പേരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. ഇനി 5 പേരുടെ പരിശോധന ഫലം കൂടി ലഭിക്കാനുണ്ട്. ഇന്ന് ഉച്ചയോടെ അതിന്റെ റിസൾട്ടും ലഭിക്കുമെന്നാണ് നമ്മളിപ്പോൾ കരുതുന്നത്. എന്തായാലും പകർച്ചവ്യാധി നിരീക്ഷണവും പ്രതിരോധ നിയന്ത്രണ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ജില്ലയിൽ ശക്തമായി തന്നെ തുടരുന്ന ഒരു കാഴ്ചയാണുള്ളത്. നിലവിൽ രോഗം സ്ഥിരീകരിച്ച 16 കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് DMO അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വീട്ടിലിരിക്കുന്ന കുട്ടികൾ മറ്റുള്ളവരുമായിട്ടുള്ള സമ്പർക്കം പരമാവധി കുറയ്ക്കേണ്ടതാണെന്ന നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകുന്നുണ്ട്. കുട്ടികളിൽ നിന്ന് രോഗം മറ്റുള്ളവരിലേക്കും മുതിർന്നവരിലേക്കും പകരുന്നത് തടയുന്നതിനാവശ്യമായ എല്ലാ മുൻകരുതലുകളും പ്രതിരോധ മാർഗങ്ങളും സ്വീകരിക്കേണ്ടതാണെന്നും അറിയിക്കുന്നുണ്ട്. ആർക്കെങ്കിലും പുതുതായി രോഗലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കുകയും അടുത്തുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സ തേടണമെന്നും അറിയിക്കുന്നുണ്ട്. എന്തായാലും ആരോഗ്യവകുപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും പ്രതിരോധ മാർഗങ്ങളും പൊതുജനങ്ങൾ കർശനമായി പാലിക്കണമെന്ന്, അതുപോലെ തന്നെ വ്യക്തി ഭക്ഷണ പരിസര ശുചിത്വ കാര്യങ്ങൾ യാതൊരുവിധ വീഴ്ചയും വരുത്തരുതെന്നും, രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനടി അടുത്തുള്ള ആരോഗ്യ കേന്ദ്രങ്ങൾ ചികിത്സ തേടണമെന്നും, പ്രത്യേകിച്ച് സ്വയം ചികിത്സ പാടില്ലെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിക്കുന്നുണ്ട്. എന്തായാലും രോഗത്തിന്റെ ഉറവിടം കണ്ടെത്തിയ സ്കൂൾ കിണർ ഉൾപ്പെടെയുള്ള ജലാശയങ്ങളിൽ സൂപ്പർ ക്ലോറിനേഷൻ പൂർത്തിയായിട്ടുണ്ട്. അതുപോലെ തന്നെ മുൻകരുതലിന്റെ ഭാഗമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നൽകിയ അവധി ഈ മാസം 14 വരെ തുടരും. ശരി, ജയരാജാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം അടച്ചിട്ടുകൊണ്ടാണ് ഈ ഷിഗല്ലയുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ വയനാട്ടിൽ പുരോഗമിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒപ്പം നമുക്ക് കൊല്ലത്തേക്ക് ഒന്ന് പോകണം. വയനാടിനും ശേഷം ഷിഗല്ല സ്ഥിരീകരിക്കപ്പെട്ട ഒരു ജില്ല കൂടിയാണ് കൊല്ലം. കൊല്ലത്തും ആശങ്കാജനകമായ പലതരത്തിലുള്ള സാഹചര്യങ്ങളുണ്ട്. പക്ഷേ തൽക്കാലം അപകടാവസ്ഥയൊന്നും ഇല്ല എന്ന് ആരോഗ്യവകുപ്പ് പറയുന്നുമുണ്ട്. എന്താണ് വിനീഷ്, കൊല്ലത്തെ ഏറ്റവും പുതിയ അപ്ഡേഷൻ? ഗുഡ് മോർണിംഗ്. വയനാടിന് പിന്നാലെ കൊല്ലം ജില്ലയിലും ഷിഗല്ല സ്ഥിരീകരിച്ചിരിക്കുന്നു. അത് വയറിളക്കത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 8 വയസ്സുകാരനിലായിരുന്നു രോഗം കണ്ടെത്തിയത്. തുടർന്ന് മറ്റൊരു പെൺകുട്ടിക്കും ഷിഗല്ല സ്ഥിരീകരിച്ചു. അങ്ങനെ 12 കാരിക്കാണ് ഷിഗല്ല ബാക്ടീരിയ സ്ഥിരീകരിച്ചത്. നിലവിൽ 2 കുട്ടികളാണ് ഇപ്പോൾ ഈ രോഗവുമായി ബന്ധപ്പെട്ട് ചികിത്സയിൽ തുടരുന്നത്. പരവൂർ പാലത്തറ മേഖലകളിലുള്ള വിദ്യാർത്ഥികളാണ്. ഇരുവരും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ് ചികിത്സയിൽ തുടരുന്നത്. ആരോഗ്യനില വളരെ തൃപ്തികരമാണെന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസവും നമുക്ക് ആശുപത്രി അധികൃതരിൽ നിന്നും അറിയാൻ കഴിയുന്നത്. മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലും ജില്ലയിൽ ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അന്നത്തെ രോഗികളെല്ലാം തന്നെ രോഗം ഭേദമായി വീട്ടിലേക്ക് മടങ്ങിയ സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ സംഭവിച്ച ഈ ഷിഗല്ല ബാക്ടീരിയയുടെ ഉറവിടം കണ്ടെത്താൻ ആരോഗ്യവകുപ്പ് കൂടുതൽ പരിശോധനകൾ നടത്തുന്നുണ്ട്. അത് സമാന ലക്ഷണങ്ങളോടെ മറ്റ് ചിലരെയും ജില്ലയുടെ വിവിധ ആശുപത്രികളിലായിട്ട് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ചികിത്സ തേടിയതായിട്ടുള്ള ചില റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ മനുഷ്യന്റെ കുടലിൽ ബാധിക്കുന്ന ബാക്ടീരിയ രോഗമാണല്ലോ ഈ ഷിഗല്ല. ഈ വയറിളക്കം, പനി, കഠിന വയറുവേദന, ക്ഷീണം, രക്തം കലർന്ന മലം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങളെന്നാണ് ആരോഗ്യ വിഭാഗം അറിയിക്കുന്നത്. ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിച്ച് ഏകദേശം 3 ദിവസത്തിന് ശേഷമാണ് ഈ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. അത്തരം ലക്ഷണം കണ്ടു തുടങ്ങിയാൽ ഉടൻ തന്നെ ചികിത്സ തേടണമെന്നാണ് ആരോഗ്യ വിഭാഗം അറിയിക്കുന്നത്. എന്തായാലും ഈ മഴക്കാല സാഹചര്യത്തിൽ ശുചിത്വവും സുരക്ഷിത കുടിവെള്ള ഉപയോഗവും എല്ലാം ഉറപ്പാക്കണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. ശരി, തിരുവനന്തപുരം, കൊല്ലം, ഒപ്പം ഇപ്പോൾ വയനാട്, 3 ജില്ലകളിൽ വയനാട്ടിൽ തുടക്കം കൊല്ലത്തേക്ക് വന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് കാട്ടാക്കട മേഖലയിലും ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തുന്നു. നിപ, ഷിഗല്ലയൊക്കെയാണ് നമ്മളിപ്പോൾ വല്ലാതെ ആശങ്കപ്പെടുത്തുന്ന രോഗങ്ങൾ. മഴക്കാലമാണ്, ഒരുപാട് ജാഗ്രത പാലിക്കണം. വെള്ളം കുടിക്കുമ്പോഴൊക്കെ ആദ്യം പറഞ്ഞതുപോലെ ശ്രദ്ധിക്കണം. കുട്ടികളുടെ കാര്യം പ്രധാനമായും ശ്രദ്ധിക്കണമെന്നും ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പും മറ്റുമുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.